പ്രതിപക്ഷ നേതാവ് ഒരു വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉപകരാർ കൊടുത്തിരിക്കുന്നത് വലിയ അഴിമതിയുണ്ട് എന്നാരോപിക്കുന്നു. ഒപ്പം തന്നെ അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒന്നും പറയാത്തത്. അല്ല, ഒന്ന് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്വം, നിർമ്മാണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്കാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവിനും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള നിലപാടും എല്ലാവരും അറിയുന്ന കാര്യം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് വരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നേരത്തെ അറിയിച്ചതുമാണ്. ഈ ജൂൺ മാസം 4-ാം തീയതി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയെ കാണുന്നുണ്ട് ഡൽഹിയിൽ പോയി. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ 2-3 ദിവസത്തെ സംഭവ വികാസങ്ങൾ UDF-നെ എത്രത്തോളം പ്രയാസത്തിലാക്കി എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. നിലമ്പൂർ നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായുള്ള 2-3 ദിവസത്തെ സംഭവ വികാസങ്ങൾ, LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതുമല്ലാത്ത മറ്റ് ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് വല്ലാത്തൊരു ബേജാറ് കുടിയിരിക്കുകയാണ്. അപ്പോൾ ആ ബേജാറിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അദ്ദേഹം സംസ്ഥാന സർക്കാർ എന്തോ ക്രെഡിറ്റ് എടുക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റെന്നാണ് പറയുന്നത്. അതിപ്പോൾ പ്രത്യേകിച്ച് ആരോടെങ്കിലും പറയണോ? സംസ്ഥാനത്ത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നതെങ്കിൽ ഈ പദ്ധതി ഉണ്ടായില്ല. അതൊരു വസ്തുതയാണ്. അത് ആരെങ്കിലും ക്രെഡിറ്റ് എടുക്കാൻ പറയുന്നു, അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടി ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? അത് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിച്ചത് കേരളത്തിലെ LDF സർക്കാരാണ് എന്നാണ് നാടിൻ്റെ അഭിപ്രായം. അത് വസ്തുതയാണ്. പ്രതിപക്ഷ നേതാവിന് അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ, രേഖകൾ സംസാരിക്കും, പറയട്ടെ. ഭൂമി ഏറ്റെടുക്കൽ തടയാൻ വേണ്ടി ഇതിലും വലിയ കരച്ചിലല്ലായിരുന്നു. ഇപ്പോഴുള്ള കരച്ചിലൊക്കെ ചെറുതാ, ഇതിലും വലിയ കരച്ചിലായിരുന്നു. എന്തൊക്കെ തരം സമരമായിരുന്നു, പല കിളി സമരങ്ങൾ നടന്നില്ല. നിശ്ചയദാർഢ്യത്തോടുകൂടി സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു. ആ നിലപാട് സ്വീകരിച്ചു. LDF ഭരണമല്ല കേരളത്തിലെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമോ? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന. ഞങ്ങളിത് ചെയ്യുന്നതൊന്നും ക്രെഡിറ്റ് എടുക്കാനോ മറ്റൊന്നിനല്ല, ജനമാണ് തീരുമാനിക്കേണ്ടത് ആരാണ്